പ്രിയമുള്ള സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം അഹ്മദും മറ്റും ഉദ്ധരിച്ച ഹദീസിൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, നബിയെ, മൽ ഈമാൻ, ഒരാളിൽ ഈമാൻ ഉണ്ടെന്ന് അയാൾക്ക് തന്നെ തിരിച്ചറിയാൻ എന്താണ് മാർഗം എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഈമാന്റെ അളവ് ഉണ്ടോ എന്നറിയാൻ, അത് പരിശോധിക്കാനുള്ള മാർഗമാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, ഇദാ സർറത്ക ഹസനതുക വസാഅതുക സയ്യിഅതുക ഫഅന്ത മുഅ്മിൻ. നിന്റെ നന്മകൾ നിനക്ക് സന്തോഷം തരികയും നിന്റെ തിന്മകൾ നിന്നെ വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ട് എന്നാണ്. ഇതൊരു വലിയൊരു വിഷയമാണ്. നമ്മൾ ഈമാന്റെ അളവ് പരിശോധിക്കാൻ മറ്റൊരു അളവ് പോലും ഈ ദുനിയാവിലില്ല. മറ്റൊരാളിന്റെ ഈമാനും ഇഖ്ലാസും പരിശോധിക്കാൻ നമ്മോടൊട്ട് പറഞ്ഞിട്ടുമില്ല. നമ്മുടെ അത് ഉത്തരവാദിത്വവുമല്ല, അത് പാടുള്ള കാര്യവുമല്ല. അവനവന്റെ കാര്യം മാത്രം. മറ്റുള്ളവരുടെ വിചാരം അള്ളാഹു ഏറ്റെടുത്തതാണ്. നമുക്ക് നമ്മുടെ കാര്യത്തിൽ മാത്രമേ പരിശോധിക്കുവാനും വിചാരണ നടത്തുവാനും അവകാശവും ഉള്ളത്. അവനവന് വിചാരണ ചെയ്യാം. അപ്പൊ നമുക്കൊരു ആത്മപരിശോധന നടത്താൻ, നമ്മുടെയൊക്കെ മനസ്സിൽ ഈമാന്റെ അളവിന്റെ എത്രയുണ്ടോ എന്ന് പരിശോധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന നന്മകൾ നിങ്ങൾക്ക് സന്തോഷം തരണം, അല്ലെങ്കിൽ നമുക്ക് ആത്യന്തികമായ ഒരു നിർവൃതി, നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ട എപ്പോഴാന്ന് പറയുമ്പോൾ മറ്റു കാര്യങ്ങളിലല്ല, നന്മകൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഇങ്ങോട്ട് കിട്ടുന്നതിനേക്കാളും സന്തോഷം അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ്. വെറുതെ ഇരിക്കുന്നതിനേക്കാളും നമുക്ക് സന്തോഷം തരേണ്ടത് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്ത. അപ്പൊ സന്തോഷം കിട്ടാനുള്ള മാർഗമായി നമ്മൾ നമ്മുടെ നന്മകളെ കാണണം. ആ നന്മകൾ നമുക്ക് സന്തോഷം പകരുന്നുവെങ്കിൽ നമുക്ക് ഈമാൻ ഉണ്ട് എന്നർത്ഥം. രണ്ടാമത് പറഞ്ഞു, നിന്റെ തിന്മകൾ നിന്നെ വേദനിപ്പിക്കണം എന്നുള്ളതാണ്. നമ്മൾ പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നുണ്ട്. ശാരീരികവും മാനസികവുമായുള്ള വേദനകൾ, അതൊക്കെ വേദനകളാണ്. പക്ഷെ നമ്മുടെ തിന്മകൾ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത നമ്മൾ പരിശോധന നടത്തേണ്ടതില്ലേ? അപ്പൊ നമ്മൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തിന്മകൾ, കുറ്റങ്ങൾ, പാപങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഹൃദയത്തിലൊരു വേദന തരുമെന്നാണ്. അങ്ങനെ നമുക്ക് ഒരു വികാരവും നമ്മുടെ തിന്മകളെ കുറിച്ച് ചിന്തിക്ക പോലുമില്ല, ഒരു വേദനയും ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഈമാന്റെ ഗ്രാഫ് എത്രയോ താഴെയാണ് എന്ന് പരിശോധിക്കാനാണ്. അതുകൊണ്ട് നമ്മുടെ സന്തോഷം തരുന്നത് നമ്മുടെ നന്മകളാകട്ടെ. നമുക്ക് നമ്മുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പാപങ്ങളാകട്ടെ. അപ്പോൾ നമ്മുടെ ഈമാന്റെ അളവ് കൂടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.